ഡെത്ത് സെൽ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സെല്ലിലാണ് പിതാവിനെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇമ്രാൻഖാന്റെ മക്കൾ പറയുന്നത്. ലണ്ടനിൽ താമസിക്കുന്ന കാസിം ഖാനും സുലൈമാൻ ഖാനും സ്കൈ ന്യൂസിന്റെ ദ വേൾഡ് വിത്ത് യാൽദ ഹക്കീം എന്ന പരിപാടിയിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. പിതാവിന്റെ ജയിൽ ജീവിതം അതീവ ദയനീയമാണെന്നും അദ്ദേഹം കടുത്ത മാനസിക പീഡനത്തിന് വിധേയനാകുന്നുണ്ടെന്നും അവർ പറയുന്നു. ഇമ്രാൻഖാനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന ഭയവും അവർ പ്രകടിപ്പിച്ചു. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ 2 വർഷത്തിലേറെയായി ഏകാന്ത തടവിലാണെന്നാണ് കാസിം ഖാൻ പറയുന്നത്. അദ്ദേഹം താമസിക്കുന്ന സെല്ലിലേക്ക് വൃത്തിഹീനമായ വെള്ളമാണ് നൽകുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിക്കുന്ന തടവുകാരാൽ ചുറ്റപ്പെട്ട അവസ്ഥയാണ്. മനുഷ്യരുമായി യാതൊരു സമ്പർക്കവും നടത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ലെന്ന് കാസിം പറഞ്ഞു. സുലൈമാൻ ഖാൻ ആ സെല്ലിനെ ഡെത്ത് സെൽ എന്നാണ് വിശേഷിപ്പിച്ചത്. അവിടെ വെളിച്ചം വിരളമാണ്. ചിലപ്പോൾ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. വേനലിൽ പോലും ഫാനോ കൂളറോ ഇല്ല. ദിവസത്തിൽ 23 മണിക്കൂറും സെല്ലിനുള്ളിലാണ്. ജയിൽ ജീവനക്കാർക്ക് പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ അനുവാദമില്ല. ഇത് മാനസിക പീഡന തന്ത്രങ്ങളാണെന്നും സുലൈമാൻ ആരോപിച്ചു. അവസ്ഥ മോശമല്ല, അത്യന്തം ഭയാനകമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ലെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. ജനുവരിയിൽ പാകിസ്ഥാനിലേക്ക് പോയി പിതാവിനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. സന്ദർശനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പരസ്യ പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് ഇവർ രാജ്യത്തേക്ക് പോകാനുള്ള പദ്ധതിയിടുന്നത്. വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അധികൃതർ വാക്ക് പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞു.